ആദ്യ ദിനം 100 കോടി നേടാൻ സാധിക്കാതെ വിജയ് ചിത്രം ജനനായകൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആർപിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതാപ്പുന്നത് നമ്മൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ദളപതി വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രം എന്നതുകൊണ്ട് തന്നെ ഇതിനോടെ തന്നെ വലിയ രീതിയിൽ വാർത്തയായി മാറിയ ചിത്രമാണല്ലോ ജനനായകൻ. പൊങ്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്ത ചിത്രം പിന്നീട് റിലീസ് നീണ്ടുപോയി ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ വമ്പൻ വരവേൽപ്പ് തന്നെയാണ് വിജയ് ആരാധകരിൽ നിന്നും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വിജയ്ക്കൊപ്പം തന്നെ മമിത ബൈജു, പൂജ ഹെഡ്ജ്, ബിബി ഡിയോ, പ്രകാശ് രാജ്, പ്രിയാമണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രം എച്ച് വിനോദാണ് ഡയറക്ട് ചെയ്തത്. KVM പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രത്തിനായിട്ട് അനിരുദ്ധ് ഒരുക്കിയ മ്യൂസിക്കും BGM എല്ലാം തന്നെ മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് 80 മുതൽ 85 കോടി രൂപ വരെ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 25 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ച ചിത്രത്തിന് കർണാടക ബോക്സ് ഓഫീസിന് 12 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 6 കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷനാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 4 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 50 മുതൽ 55 കോടി രൂപ വരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം 30 കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെയുള്ള ചിത്രത്തിന്റെ ലീക്ക്ഡ് പതിപ്പ് റിലീസ് ആയതിനു ശേഷവും ഇത്രയും വലിയൊരു സംഖ്യ ചിത്രം സ്വന്തമാക്കിയെങ്കിൽ അത് വിജയ് എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് സിനിമയിലോട്ടെത്തി രാഷ്ട്രീയത്തിലോട്ട് പ്രവേശിച്ച വിജയ് തമിഴ്നാട് CM ആണ് നിലവിൽ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഇപ്പോഴത്തെ ആരാധകർ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ ബുക്കിങ്ങിന് തുടരാൻ സാധിച്ച ഒരുപക്ഷെ തമിഴ് സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാണെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തെന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.